എല്ലാവർക്കും നമസ്കാരം. ഓവനും മൈദയും ഇല്ലാതെ സ്റ്റീം ചെയ്തെടുക്കാവുന്ന സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് കേക്ക് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 3 മുട്ട, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, 3 ടേബിൾ സ്പൂൺ പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്. നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ മുട്ടയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എഗ് യോക്കിലേക്ക് നമ്മൾ ഓയിലും പാലും ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നൈസ് അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. 2-3 പ്രാവശ്യമായിട്ട് അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ 1 ടീസ്പൂൺ വൈറ്റ് വിനിഗർ മുട്ട വെള്ളയിലേക്ക് ചേർത്ത് നന്നായിട്ടിത് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഓരോ ടേബിൾ സ്പൂൺ വീതം പഞ്ചസാര ചേർത്ത് നന്നായിട്ടിത് സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ടോട്ടൽ ചേർത്തിരിക്കുന്നത്. 3 പ്രാവശ്യമായിട്ട് അത് ചേർത്ത് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് പോലെ ബീറ്റ് ചെയ്ത് വയ്ക്കാം. പുതിയ മുട്ടയാകുമ്പോഴത്തേക്ക് നന്നായിട്ടിത് പതഞ്ഞ് വരും. അപ്പം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ടുണ്ട്. ഇനി മുട്ടവെള്ളയുടെ 1/3 ഭാഗം നമ്മൾ എഗ് യോക്ക് മിക്സിലേക്ക് നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ച് എഗ് വൈറ്റിലേക്ക് തന്നെ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതയടങ്ങാതെ മെല്ലെ ഇതൊന്ന് നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കാം. നമ്മൾ സ്റ്റീമറിൽ നന്നായിട്ട് വെള്ളം വെട്ടിത്തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്ക് ചെയ്യാനുള്ള ബേക്കിംഗ് ടിന്ന് നന്നായിട്ട് എണ്ണമയം പുരട്ടി ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ തന്നെ ഒഴിച്ചു കൊടുക്കാം. 6 ഇഞ്ച് പാനാണ് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ പോകാനായിട്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് വയ്ക്കാം. അതിന് മുമ്പ് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഫോയിൽ പേപ്പറിലൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റീമറിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ 40 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 40 മിനിറ്റ് കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടിത് ബേക്ക്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറി കഴിയുമ്പോഴത്തേക്ക് കട്ട് ചെയ്യാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.